ഇനി മുസ്ലിം ലീഗ് വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റായി യഹിയ ഖാൻ തലക്കലിനെ നിയമിച്ചിട്ടുണ്ട്. മുൻ ജില്ലാ ട്രഷററായിരുന്നു യഹിയ ഖാൻ. പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ വിമർശനമൊക്കെ ഉന്നയിച്ചതിന്റെ പേരിൽ 2023 യഹിയ ഖാനെ ലീഗിൽ നിന്നും പുറത്താക്കിയിരുന്നു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് നമുക്കൊപ്പം ചേർന്നത്. ആഷിഖ്, പറയാം വിവരങ്ങൾ. ഇപ്പോൾ കെ എം ഷാജി പക്ഷത്തിന്റെ ഇടപെടലോടുകൂടെയാണ് ഇപ്പോൾ യഹിയ ഖാൻ വീണ്ടും ലീഗിന്റെ നേതൃനിരയിലേക്ക് വരുന്നത്. നേരത്തെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. 2023 ഈ സംഭവം നടന്നത്. അത് ഔദ്യോഗിക നേതൃത്വം തന്നെ തുറന്ന വിമർശനം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയിരുന്നു. തുടർന്ന് 2 വർഷത്തോളമായി പാർട്ടി പുറത്തായിരുന്നു. പക്ഷേ ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം സജീവമായതിനെ തുടർന്നാണ് വീണ്ടും പാർട്ടിക്ക് സജീവമാക്കിയത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. ഈ കെ എം ഷാജി പക്ഷത്തിന്റെ കടുത്ത അനുയായിയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചത്. പിന്നെ വീണ്ടും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും കെ എം ഷാജി പക്ഷം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് വീണ്ടും അദ്ദേഹത്തെ ജില്ലാ നേതൃനിരയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സാമൂഹ്യ സേവന മേഖലയിൽ ഒരുപാട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ഈ കെ എം ഷാജി പക്ഷത്തിന്റെ ആവശ്യം ലീഗ് അംഗീകരിക്കുകയായിരുന്നു ചെയ്തു. ഓക്കെ ആഷിഖ്, വ്യക്തമാണ്.